നേരത്തെ അങ്ങ് പറഞ്ഞല്ലേ 83 ബില്യൺ US ഡോളർ ഇത് ചെലവായി എന്ന് പറയണ്ടല്ലോ. ഇത് നമ്മളുടെ ബഡ്ജറ്റിൽ അത് അടുത്ത ബഡ്ജറ്റിൽ അത് കാണും. നമ്മൾക്ക് ചിലവായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അത്രയും പൈസ ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അടുത്ത ബഡ്ജറ്റിൽ അതിനേക്കാൾ ഇരട്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പം നമ്മൾ ആയുധങ്ങൾ വാങ്ങണം. ഇന്ത്യക്കോ പാകിസ്ഥാനോ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ അങ്ങോട്ട് അടിഞ്ഞു ഇങ്ങോട്ട് എറിഞ്ഞു എന്ന് പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും പാകിസ്ഥാനിലെ ഒരു ജനങ്ങൾക്കും ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടായിട്ടില്ല. ഗുണം ഉണ്ടായ ഒരാളുണ്ട്, അത് US ആണ്, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിലെ ആയുധ ലോബിയെ സംബന്ധിച്ചും ഈ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വാണം പോലെയായിരുന്നു ഈ ഇന്ത്യയിലെ പ്രതിരോധ മേഖലയും അതുപോലെ തന്നെ US പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട്. അതിൻ്റെ ലാഭം പിന്നെ അതിനേക്കാൾ അപ്പുറം US-ന് ഉണ്ടായിട്ടുള്ള നേട്ടം US-ഉം ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടായി. ഈ ട്രേഡ് വാറാണ് നമ്മൾക്കിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ പോലെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വാറ് എന്ന നിലയിലുള്ള നേരിട്ടുള്ള ഒരു ഫൈറ്റ് അല്ല കാണുന്നത്. ഇതിപ്പോൾ ട്രേഡ് വാറാണ്. അപ്പോൾ ഒരു വശത്ത് ചൈനയും റഷ്യയും മുൻകൈ എടുത്തിട്ട് വലിയ രീതിയിൽ US-നെതിരായിട്ടുള്ള സൗദി അറേബ്യനെ അടക്കം സ്വാധീനിച്ചുകൊണ്ടും അവരെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യനും ഉൾപ്പെടുത്തി അവരൊരു ഐക്യ മുന്നണി പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ US ഇന്ന് ഒറ്റപ്പെട്ടത്. US എല്ലാ കാലത്തും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ കുവൈറ്റിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരാറുണ്ടായിരുന്നു, പെട്രോ ഡോളർ കരാർ. അതുമായി ബന്ധപ്പെട്ടാണ് ഈ US നിലനിന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നും അവർ പിന്മാറി. സ്വാഭാവികമായി US-നെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പിനും ഒരു സാധ്യതയുമില്ലാത്തൊരവസ്ഥ വരികയും ആ സമയത്താണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി തീവ്രവാദികൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.